കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കണ്ണൂർ ജില്ലാ കോടതിക്ക് സമീപം ശ്രീ വില്ലയിലാണ്. ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനെയാണ്. അഡ്വക്കേറ്റ് കെ വിഷൻ. മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ നല്ല രീതിയിൽ കേസുകൾ നടത്തി ജനപ്രിയനായി മാറിയ അഭിഭാഷകൻ. അദ്ദേഹം ചരിത്രമുറങ്ങുന്ന നീതിന്യായ വ്യവസ്ഥയുടെ ആസ്ഥാനമായിരുന്ന, ഇന്ത്യയുടെ തന്നെ ആസ്ഥാനമായിരുന്ന തലശ്ശേരി ജില്ലാ കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ജയിൽ ഉപദേശക സമിതി അംഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ലോയേഴ്സ് യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ ഇതൊന്നുമല്ല ഘടകം അദ്ദേഹത്തെ തേടി വരുന്നതിന് കാരണം. അദ്ദേഹം ഒരിക്കൽ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരു സുഹൃത്തിൻ്റെ കേസ് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം നടത്തുന്നത് ശ്രദ്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ കേസിൽ ഇത്ര ആത്മാർത്ഥത, ഇങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? വലിയ പൈസയൊന്നും വാങ്ങാതെയാണ് കേസ് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുമായി നടന്നു പോകുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ തോളത്തൊരുതം തട്ടിയിട്ടിട്ട് കടന്നു പോയാൽ എന്തിനാണോ നീ ഇത് തട്ടിയത് എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അതൊക്കെ ഒരു വെറൈറ്റിയാണ്. മനുഷ്യരെ ചേർത്ത് പിടിക്കുക. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് നിർബന്ധമുള്ള ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. അതുകൊണ്ടാണ് സക്സസ് സ്റ്റോറി അഡ്വക്കേറ്റ് കെ വിഷനെ തേടി എത്തിയിട്ടുള്ളത്. പ്രേക്ഷകരെ, ഈ അഭിഭാഷകനെ അറിയണം. 3.5 പതിറ്റാണ്ട് കാലം തലശ്ശേരി മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ വിദേശ രാജ്യങ്ങളിൽ പോലും കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഈ അഭിഭാഷകനിലൂടെയാണ് ഇന്നത്തെ സക്സസ് സ്റ്റോറിയുടെ സഞ്ചാരം. പ്രേക്ഷകർക്കും ഒപ്പം കെ വിഷനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വക്കീലെ, അഭിഭാഷകർ തലശ്ശേരിയുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മുതൽ ബാലം വക്കീല്, രാംദാസ് വക്കീൽ, അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ അഭിഭാഷകർ കടന്നുപോയൊരു മണ്ണാണ്. ചരിത്രത്തിന്റെ താളുകളിൽ തലശ്ശേരി നീതിന്യായ വ്യവസ്ഥയുടെ ഇന്ത്യയുടെ ഒരു ഐക്കണാണ്. ഇവിടുത്തെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു താങ്കൾ, അഭിഭാഷകൻ. അപ്പോൾ താങ്കളെ അറിയാനുള്ള ശ്രമമാണ്. അപ്പോൾ താങ്കളെ അറിയണമെങ്കിൽ ആദ്യം ഞങ്ങൾ എന്ത് ചോദിക്കണം? താങ്കൾ എവിടെ തുടങ്ങുന്നു, എവിടെ ജനിക്കുന്നു, താങ്കളുടെ ആദ്യത്തെ സർവകലാശാല, എല്ലാവർക്കും വീടാണല്ലോ, താങ്കളുടെ ജന്മസ്ഥലം എവിടെയാണ്? ഞാൻ ജനിച്ചത് തലശ്ശേരി താലൂക്കിലെ ചൊക്ലി പഞ്ചായത്തിൽ ഉളവിലം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്. അവിടെ എൻ്റെ പഠനകാലത്തൊന്നും തന്നെ അഭിഭാഷകർ അവിടെ ഉണ്ടായിട്ടില്ല. എനിക്ക് മാതൃകയായി ആരും തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ബ്രണ്ണൻ കോളേജിലെ കോളേജ് പ്രൊഫസറാണ്, ചന്ദ്രമാഷാണ് എന്നോട് അഭിഭാഷകനാകാൻ നിനക്ക് കഴിയുമെന്ന് എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞു. എൻ്റെ അച്ഛൻ രാവണ്യ മാഷ്, അദ്ദേഹം മേനപ്പുറം LP സ്കൂളിലെ അധ്യാപകനായിരുന്നു. അമ്മ ചീരൂട്ടി. എത്ര മക്കളാണ്? ഞാനും എൻ്റെ അനുജത്തി വിനി. നിങ്ങൾ രണ്ട് മക്കൾ. അച്ഛൻ അധ്യാപകൻ, അമ്മ ജോലിയുണ്ടോ? ഇല്ല, ജോലിയില്ല. എങ്ങനെയുണ്ടായിരുന്നു ബാല്യകാലം, ഈ പ്രൈമറി കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ, ഈ സ്കൂളിൽ പോകുന്ന കാലം? ഇന്ന് നിങ്ങൾ ഏറ്റവും ഹൈടെക് യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നത്. താങ്കളുടെ ഒരു 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ജീവിതം എങ്ങനെയായിരുന്നു? എൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ അച്ഛൻ്റെ 3ാമത്തെ ഭാര്യയുടെ മകനാണ് ഞാൻ. അച്ഛന് 3 ഭാര്യമാരുണ്ടായി. അപ്പോൾ അതിൽ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ യാതൊരു സംരക്ഷണവും നമുക്ക് ലഭിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് വളരെയേറെ കഷ്ടപ്പാടിൻ്റെ കാലമാണ്. അപ്പോൾ ഞാൻ വാഴയില ചൂടി സ്കൂളിൽ പോയ വിദ്യാർത്ഥിയാണ്. എനിക്ക് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയും നൽകുന്ന രീതിയിൽ ചുറ്റുപാടൊന്നും ഉണ്ടായിരുന്നില്ല. കൂലിപ്പണിയെടുത്താണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. അപ്പോൾ എൻ്റെ പഠനകാലത്ത് തന്നെ ഈ ദാരിദ്ര്യത്തിൻ്റെ പ്രയാസങ്ങൾ എല്ലാം ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ 7ാം ക്ലാസ് മുതൽ കരിങ്കൽ ക്വാറിയിൽ ജോലി ചെയ്താണ് മുന്നോട്ട് വന്നത്. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞ് ശരി ഒരു കൂലിപ്പണിക്കാരനെ പോലെ പണിയെടുത്ത് നാട്ടിലെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും, ഒട്ടുപാട് ആളുകൾ എനിക്ക് സഹായം നൽകി. എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് എനിക്ക് പഠനകാലം മറികടക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇതൊരു ചോദ്യം, അച്ഛൻ്റെ 3ാമത്തെ ഭാര്യയിലെ മകനാണ് താങ്കൾ എന്ന് ഇങ്ങനെ തുറന്നു പറയാനുള്ളൊരു കരുത്ത്. സാധാരണ ആളുകൾ അച്ഛന് 3 ഭാര്യ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. 3ാമത്തെ ഭാര്യ എന്നത് ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്. ആദ്യത്തെ ഭാര്യയ്ക്ക് കിട്ടിയ പരിഗണന 2ാമത്തെ ഭാര്യയ്ക്ക് കിട്ടും. അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറയാനുള്ളൊരു മാനസിക കരുത്ത് എങ്ങനെ നേടി? വസ്തുതകളെ മറച്ചു വെച്ച് സംസാരിക്കാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടാറില്ല. മാത്രമല്ല, ഞാനൊരു കുടുംബ കോടതിയിൽ കേസ് നടത്തുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ വലിയ പ്രയാസമുള്ള കാലത്തെ ഓർമ്മിക്കാതെ
എനിക്കെൻ്റെ ജീവിതത്തെ കുറിച്ച് പറയാൻ കഴിയില്ല. അത് ഒരു നീതികേടാവും ന്യായക്കേടാവും എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ചെറുപ്പം ഞാൻ ഈ രീതിയിൽ സ്പർശിച്ചു പോകുന്നത്. ഈ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഏതാണ്? ഞാൻ യഥാർത്ഥത്തിൽ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ 3ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അച്ഛൻ അന്നേരം അവിടെ അവിടെ അധ്യാപകനാണോ? അധ്യാപകനായിരുന്നു. മൊത്തം ഈ 3 ഭാര്യമാരിൽ എത്ര മക്കളുണ്ട് അച്ഛന്? അച്ഛന് ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളാണുള്ളത്. പിന്നീട് രണ്ടാമത്തെ ഭാര്യയിൽ 5 മക്കളുണ്ട്. അവരെല്ലാം ഒരുവിധം സമൂഹത്തിലെ വെൽ സെറ്റിൽഡായി നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ എൻ്റെ ചെറുപ്പകാലം അച്ഛൻ്റെ വീടിനെ പറ്റിയോ അച്ഛൻ്റെ ചുറ്റുപാടിനെ സംബന്ധിച്ചോ അറിയാനൊന്നും എനിക്ക് ഭയപ്പാടായിരുന്നു യഥാർത്ഥത്തിൽ. എന്നെ ഒരിക്കലും അച്ഛൻ ചേർത്ത് പിടിക്കുകയോ സ്നേഹപൂർവ്വം സംസാരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അച്ഛനെ 2 തവണ എൻ്റെ വീട്ടിൽ വരുന്നത് മാത്രമാണ് ഞാൻ അച്ഛൻ്റെ ഓർമ്മയായിട്ടുള്ളത്. ആകെ ജീവിതത്തിൽ 2 തവണ 2 തവണ. ഈ സ്കൂളിൽ താങ്കൾ പഠിക്കുമ്പോൾ അച്ഛനവിടെ അധ്യാപകനായിട്ട് അച്ഛനവിടെ അധ്യാപകനാണെങ്കിലും ഞാൻ അച്ഛനെ യഥാർത്ഥത്തിൽ അച്ഛനെ ഞാൻ കാണുന്നത്, അച്ഛനെ ഞാൻ ആദ്യമായി അച്ഛനെ പരിചയപ്പെടുന്നത് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഷോട് ഞാൻ ചോദിച്ചു എൻ്റെ അച്ഛൻ ആരാണ്. അപ്പോൾ ഒരു ഉയർന്ന് വലിയ ഹൈറ്റായിട്ടുള്ള ഒരു മനുഷ്യൻ, ജുബ്ബ ഇട്ടൊരു മനുഷ്യൻ, കുറച്ച് ചോരക്കണ്ണലുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഹൈറ്റായിട്ടുള്ള ഒരാൾ, കൈക്കൊരു ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ചൂണ്ടി ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായി ഞാൻ അച്ഛനെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? അത് എനിക്ക് തോന്നുന്നത് ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അന്നേരമാണ് ഇങ്ങനെ അദ്ദേഹം പോകുന്നതെല്ലാം കാണാറുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഞാനത് അച്ഛനെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള നിലയിൽ അങ്ങനെയാണ് അത്തരം ഒരു വല്ലാത്ത ഒരു സങ്കടകരമായ ജീവിതാവസ്ഥ ഞാൻ നേരിട്ടിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അതിലൊന്നും വലിയൊരു പ്രാധാന്യം നൽകാറില്ല. ഈ 4ാം ക്ലാസ് ഈ പ്രാധാന്യം എന്തുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഒരു ജീവിത സാഹചര്യമല്ല അന്ന്. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിലാണല്ലോ പഠിക്കു പോകുന്നത്. അപ്പോൾ ഈ 4ാം ക്ലാസ് വരെയൊക്കെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകും, ഭക്ഷണം, വസ്ത്രം, പാഠപുസ്തകങ്ങൾ. നിങ്ങളും സഹോദരിയാണോ ഉള്ളത് നിങ്ങൾക്ക്? സഹോദരി. അവർ ഈ ഒരു സാധനങ്ങൾ, ഇത് പ്രാഥമികമായി വേണ്ട സാധനങ്ങളാണ്. ഭക്ഷണം, വസ്ത്രം, പാഠപുസ്തകങ്ങൾ, കിടപ്പാടം എങ്ങനെയാണ്? എൻ്റെ അമ്മയും അമ്മാവനും ഉള്ള ഒരു തറവാട് വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ ഒരു ഓല മേഞ്ഞൊരു വീടായിരുന്നു. പിന്നീടത് ആ വീട് പാർട്ടീഷനിൽ അമ്മാവന് നൽകുകയും ബാക്കി തൊട്ടടുത്തൊരു വീട് പിന്നീട് ഞങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. അത് ചെറിയൊരു വീട് എടുത്തതാണ്. അപ്പോൾ പക്ഷേ അന്നെല്ലാം സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് വളരെ ഭാഗ്യമായിട്ടുള്ള കാര്യം എന്താ, അധ്യാപകന്മാരെ ആണ്. കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾ ഉപേക്ഷിച്ചു പോയ നോട്ട് പുസ്തകം എനിക്ക് അവർ നൽകും. അതിൽ എഴുതിയ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി തുന്നിച്ചേർത്തിട്ടാണ് നോട്ട് പുസ്തകം. അത് തുന്നിച്ചേർത്താണ് എൻ്റെ നോട്ട് പുസ്തകമായി രൂപപ്പെടുത്തുക. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരുടെ ഒരു ടീച്ചർമാരുടെ സഹായമാണ് അതിനകത്ത് വലിയൊരു കാര്യം. എന്നോട് ടീച്ചർമാർ പറയാറുണ്ട്, നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. അപ്പോൾ കുറച്ച് എപ്പോഴും ധൃതി കാണിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ബുദ്ധിയുണ്ട്. അത് ധൃതി, ഏത് കാര്യത്തിലും ധൃതി എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്. പക്ഷെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് എപ്പോഴും നാട്ടുകാരും അതുപോലെ തന്നെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളെല്ലാം വലിയ പ്രോത്സാഹനം നൽകി. ആ പ്രോത്സാഹനമാണ് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്ധനമെന്ന് പറയുന്നത്. ഈ 10ാം ക്ലാസ് വരെ, 4ാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണോ അത് തുടർച്ചയായി? അല്ല, പിന്നീട് 3ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒളവിലും UP സ്കൂളിൽ 3ാം ക്ലാസ്. ഈ കാലത്തൊക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം. ഭക്ഷണം തറവാട് വീട്ടിൽ നിന്ന് അങ്ങനെ കഴിഞ്ഞു പോകും. അങ്ങനെ വലിയ ഒരു ചുറ്റുപാട് അങ്ങനെ അമ്മ കൂലിപ്പണിക്ക് പോകും, അമ്മ ഉച്ചവരെ പണിക്ക് പോകും. അങ്ങനെ അമ്മയുടെ കോൺട്രിബ്യൂഷൻ എല്ലാം ചേർന്ന് അങ്ങനെ തട്ടുമുട്ടി അങ്ങനെ പോകാറാണ്. 3ാം ക്ലാസ് വരെ അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥി. അതിനുശേഷം പിന്നെ എങ്ങോട്ടാണ്? പിന്നീട് ഞാൻ പോകുന്നത് ഒളവിലെ UP സ്കൂൾ എന്ന് പറയുന്ന ഒരു തൊട്ടടുത്ത 7ാം ക്ലാസ് വരെ. പിന്നെ 7ാം ക്ലാസ് വരെ അവിടെയായി. കഴിഞ്ഞ് പിന്നെ രാമവിലാസ് ഹൈസ്കൂളിലേക്ക് വന്നു. ഈ 8ാം ക്ലാസ്സിൽ ജോലിക്ക് പോകാൻ തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? അത് അമ്മയുടെ ഒരു ദുരവസ്ഥ കണ്ടപ്പോൾ, അമ്മക്ക് ഞങ്ങളെ പോറ്റാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ എനിക്ക് പഠിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഈ ആഗ്രഹം കൂടി വന്നപ്പോൾ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. നമുക്ക് വസ്ത്രം, മറ്റു കാര്യങ്ങളെല്ലാം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കാവുന്ന ജോലി ഞാൻ ചെയ്യണം എന്നുള്ള നിലക്ക് ഒരു കരിങ്കൽ ക്വാറിയിൽ ആദ്യം ജില്ലിയെല്ലാം പൊട്ടിക്കുന്ന ഒരു പണി ആണ് ഞാൻ ചെയ്തത്. അത് മറ്റാളുകളുടെ അടുത്ത് അതിൻ്റെ ചുറ്റികയെല്ലാം വാങ്ങിയിട്ടാണ് പൊട്ടിക്കുന്നത്. സ്വന്തമായി ചുറ്റി വാങ്ങാൻ ശേഷിയൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കരിങ്കൽ ക്വാറിയുടെ അതിൻ്റെ ഉടമ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ ഉടമ ഇപ്പോൾ എൻ്റെ
പെങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനും കൂടിയാണ്. അതും കൂടി അതിൻ്റെ തന്നെ. പക്ഷെ അവരന്നൊക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അത് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ അവർ നല്ല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. ഞാനിപ്പോൾ ഓർമ്മ ദേവസ്വം മേശ്രി എന്ന് പറയുന്ന ഒരാളാണ്. നാട്ടിൽ ആദ്യമായി കാറിലുള്ള ആളാണ്. ഈ ക്വാറിയിലേക്ക് ഫസ്റ്റ് ഡേ പോയിട്ട് കല്ല് പൊട്ടിച്ച ആ ദിനം ഉണ്ടല്ലോ, കൈയെല്ലാം പൊട്ടൂല ആദ്യത്തെ ദിവസം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ ദിവസത്തിന്റെ ഓർമ്മ, ആദ്യം കിട്ടിയ വേദനം എന്താണ് ഓർമ്മ? യഥാർത്ഥത്തിൽ നമ്മൾ ഒരു മൺകൂട്ട നിറയിലാണ്, അതിലാണ് ഇതിൻ്റെ അളവ് ഉണ്ടാകുക. ഒരു ഓരോ പൊട്ട കൂട്ട അത് അങ്ങനെയാണ്. അത് കരിങ്കല്ലാണ് തരിക. കരിങ്കലിൻ്റെ അത് പൊട്ടി നമ്മൾ അവിടെ നിന്നെല്ലാം ചെറിയ ചീളുകൾ പെറുക്കി അത് പൊട്ടിച്ച് ചെറിയൊരു ജില്ലിയാക്കി മാറ്റി അത് അളന്ന് കൊടുക്കുകയാണ് ചെയ്യുക. വളരെ ചെറിയ പൈസയാണ് കിട്ടുക. പിന്നെ 2 റുപ്യ 1 റുപ്യ അങ്ങനെയെല്ലാം ചെറിയ പൈസ കിട്ടുക. പക്ഷെ അന്നെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ആശ്വാസമാണ്. ഈ കൈയെല്ലാം പൊട്ടി. കൈയെല്ലാം പൊട്ടി ആ എനിക്ക് പൊട്ടി ആദ്യത്തെ ദിവസത്തെ ഓർമ്മ എങ്ങനെയാണ്? അതെന്തായാലും മറക്കൂലല്ലോ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇല്ല, ഞാൻ പുകയൂലേ കൈയെല്ലാം? എനിക്കൊരു ചെറിയൊരു പ്രയാസമുള്ളത് വിശന്നാൽ എനിക്ക് തലചുറ്റി പോകുന്ന രീതിയാണ്. എനിക്ക് പൊതുവെ എൻ്റെ ശാരീരിക അവസ്ഥ എന്തോ അറിയില്ല. വിശന്നാൽ തല ചുറ്റുന്ന തല ചുറ്റി ബാല്യമാണ്. പോകുന്നത്. അതെല്ലാ പക്ഷേ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. എങ്കിലും വല്ലാണ്ട് തലചുറ്റി വീഴുന്നു പോകുന്ന ആളാണ്. പക്ഷേ എങ്കിലും അതെല്ലാം ഞാൻ മറികടന്ന് എപ്പോഴെങ്കിലും വീണ് പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഏതാണ് അങ്ങനെയുള്ള ഒരു അങ്ങനെ സാഹചര്യം? എനിക്ക് ഞാൻ കൂലിപ്പണി എടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ എന്താണെന്ന് ബ്രണ്ണൻ ലോ കോളേജിൽ പോയി 2 ദിവസം ശനി ഞായർ ദിവസമാണ് കൂലിപ്പണി എടുക്കുക. കൃത്യമായ ഭക്ഷണമില്ല. അപ്പം ഭക്ഷണം ഇല്ലാതെ എനിക്ക് അതിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ലോ കോളേജിലേക്ക് ഞാൻ ട്രെയിൻ ഇറങ്ങുന്നത് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ്. അതിൻ്റെ കൂളറാണ് എൻ്റെ വിദ്യാഭ്യാസ കാലത്തുള്ള എൻ്റെ പോറ്റമ്മ ശരിക്കും. ആ കൂളർ ഇപ്പോഴും എനിക്ക് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുമ്പോൾ ഇപ്പോഴും ഞാൻ ഭയങ്കര ഇമോഷണലി വല്ലാണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോളേജിലേക്ക് പോകുമ്പം കുടിക്കുന്ന വെള്ളവും കോളേജ് പരശുരാമന് തിരിച്ചു വരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന സമയത്ത് കുടിക്കുന്ന വെള്ളവും ഇത് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ പിന്നീട് വീട്ടിലെത്തി ഒരു 6 മണിയോടെ വീട്ടിലെത്തിയതിന് ശേഷമാണ് പൊതുവെ ഭക്ഷണവും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടാകുക. രാവിലെയും ഭക്ഷണം കഴിച്ചിട്ടല്ല പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭക്ഷണമില്ലാത്ത കാലത്ത് നമ്മൾ ഊർജ്ജം നിർത്തിയത് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലെ കൂളറിലെ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വണ്ടി അടുക്കുമ്പോൾ ഞാൻ പരമാവധി കൂളർ നോക്കാതിരിക്കുക. എന്നെ വല്ലാണ്ട് ഇമോഷണലി വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 10ാം ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു വിജയം? 10ാം ക്ലാസ് യഥാർത്ഥത്തിൽ ഞാനൊരു എവറേജ് വിദ്യാർത്ഥിയായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് മോശം, പഠിക്കുന്നുണ്ട്, ലക്ഷ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മികച്ച വിജയം എന്ന് പറയാനില്ല. അതുകൊണ്ട് ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒരു കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളായിരുന്നു. സ്റ്റേജ് ഭയം ഉണ്ടായിരുന്നു, അതിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇപ്പോൾ അത്ഭുതപ്പെടും, ഇതെങ്ങനെയാണ് ഇവൻ വക്കീലാകുക എന്നുള്ള ചോദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് ഒരു ആവറേജ് വിദ്യാർത്ഥിയായിട്ട് പിന്നെ പ്രീ ഡിഗ്രി സ്വകാര്യ വിദ്യാഭ്യാസം. 10ാം ക്ലാസ് രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ, വലിയ കുട്ടികൾ, ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അല്ലേ? വീട്ടിൽ എത്ര ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനെല്ലാം? എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ. അവിടുന്ന് 10ാം ക്ലാസ് പാസ്സായിട്ട് പിന്നെ എങ്ങോട്ടാണ്? പിന്നീട് എനിക്ക് 10ാം ക്ലാസ്സിൽ മികച്ച വിജയമൊന്നും ഉണ്ടായില്ല. അത് 210 കാലമാണ്. അതെ. അപ്പോൾ അങ്ങനെ പോയ ഒരു കാലത്ത് എന്നോട് അമ്മ പറഞ്ഞു, ഇനി പഠിക്കുക എന്നുള്ളത് വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം നീ അന്ന് തലശ്ശേരിയിൽ ബിന്ദു നാണു എന്ന് പറയുന്ന ഒരു ബസ്സിൻ്റെ ഉടമയുണ്ട്, അയാൾക്ക് ഒരു ബാറ്ററി കടയൊക്കെ ഉള്ള, അവിടെ നീ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാവിലെ ബിന്ദു നാണു എന്നെ അയാളെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ പിന്നിലെ പറമ്പിലേക്ക് ഓടിക്കയറിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഓട്ടം. ആ ഓട്ടമാണ് ഈ ഓട്ടം. പോയില്ല. ഞാൻ പറഞ്ഞു പണിക്ക് പോയി, ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് കൂലിപ്പണി എന്നുള്ള കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയ പണിയിലേക്ക് വരുന്നത്. അവിടെ 15ാം വയസ്സ്. അത് വലിയ കൈക്കൂട്ട്, ചെറിയ മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ടാകുന്ന പ്രയാസം. ശരിക്കും ഞാൻ റാബോലിയായി പോവും. അതാണ് അതിൻ്റെ അവസ്ഥ. ശാരീരികമായ ശേഷിയൊന്നും വലിയതില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ കൂലിപ്പണിക്ക് പോകുന്ന വീടാണോ? അതെനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. നമ്മുടെ നാട്ടിൽ കൊല്ലപ്പണി എടുക്കുന്ന ഒരു കേളപ്പാട്ടം എന്ന് പറഞ്ഞൊരാൾ. ഫസ്റ്റ് അയാൾ എനിക്ക് വളരെ ഭക്തിയാദരപൂർവ്വം സൂര്യനെല്ലാം നോക്കി നമിച്ച് എനിക്ക് തന്നത് 16.25 രൂപയാണ്. അത് എൻ്റെ മേശിരി ഒരു ഒരു ഉച്ചവരെയുള്ള 16.25 രൂപ അതെനിക്ക് തന്നു. 1100 രൂപയാണ്. ഭയങ്കര ആവേശം തോന്നിയ ഒരു ദിവസമാണ്. കാരണം അവർ എൻ്റെ ജീവിതത്തിലേക്ക് വലിയ ഒരു മാറ്റത്തിലേക്ക് അവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ തുക എനിക്ക് തരുന്നത്. അന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് ആ പറമ്പിൽ? അന്ന് പറമ്പിൻ്റെ ഈ മതിലിൻ്റെ പണി എടുക്കുകയാണ്. അന്നേരം ഒരു കേളൻ എന്ന് പറയുന്ന ഒരു മേസ്തിരിയാണ്, അവിടെ ഒരു മുഖ്യസ്ഥൻ കൂടിയാണ്. അദ്ദേഹം എന്നോട് ഈ പണം വാങ്ങാൻ പറഞ്ഞു, പ്രാർത്ഥിച്ച് എന്നെ ചേർത്ത് പിടിച്ചു. അത് ഭയങ്കരമായിട്ടുള്ള ചെറിയൊരു ചടങ്ങ് പോലെയാണ്.
അവർ ഇങ്ങനെ ഞാൻ വക്കീലാവുന്ന മുൻപിൽ കണ്ടതുപോലെ ആണ് ആ രണ്ടുപേരുടെയും ഓർമ്മ. കേളപ്പട്ടൻ എൻ്റെ മനസ്സിലുള്ള ഭയങ്കര ഓർമ്മയാണ്. അതുപോലെ കേളെന്ന് പറയുന്ന ഈ നാട്ടുമുഖ്യസ്ഥനായിട്ടുള്ള ആൾ എന്നോട് എൻ്റെ ഒരു മകനോട് കാണിക്കുന്ന പോലെ ഒരു സ്നേഹം കാണിച്ച ആളുകളാണ് ഇവർ രണ്ടുപേരും. അപ്പം ജീവിതത്തിൽ ഞാൻ എപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വഴിയിൽ ഞാൻ ഓർക്കുമ്പോൾ ഈ വേറൊരു കണ്ണൻ എന്ന് പറയുന്ന ഒരാളും കൂടി കൂലിപ്പണിയുടെ മേസ്ത്രി ആയിട്ടുള്ള അവരാണ് എന്നെ വല്ലാത്തൊരു സഹായിച്ചത്. ഈവൻ ഹൈക്കോടതിയിൽ കോട്ട് വാങ്ങാൻ വേണ്ടി അദ്ദേഹം ഒരു എൻറോൾ ചെയ്യും പണപ്പയറ്റ് കഴിച്ച് അദ്ദേഹത്തിന് ആകെ കിട്ടിയത് 5000 രൂപയാണ് പണപ്പയറ്റിൽ. അതിൽ 3500 രൂപ എനിക്ക് എടുത്തു തന്നു. അങ്ങനെ ആ പണം കൊണ്ടാണ് ഞാൻ കോട്ട് വാങ്ങി വക്കീലായിട്ട് നടത്തി കോട്ട് വാങ്ങേണ്ടി വന്നു. അത് തന്നെ കർണാടക പയറ്റാണ് എൻ്റെ അല്ല, കർണാടക നിങ്ങൾക്ക് വേണ്ടി പയറ്റ് നടത്തിയ. ഈ 10ാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ ഈ കൈക്കോട്ട് എടുത്തല്ലോ, കൈക്കോട്ടും വിദ്യാഭ്യാസം ഒരുമിച്ചാണോ കൊണ്ടുപോയത്? എങ്ങനെയാണ് സ്വഭാവം? 2 ദിവസം ലീവുള്ള ദിവസം കൂലിപ്പണിക്ക് പോവുക, ഫുള്ള് രാവിലെ കൊണ്ട്. എവിടെയാണ് പ്രീ ഡിഗ്രിക്ക് ചേർന്നത്? പ്രീ ഡിഗ്രി സ്വകാര്യ തൊട്ടടുത്തുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ അച്ഛൻ്റെ 2 മക്കൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. വേറൊരു സ്ഥാപനം നമുക്കില്ല, ഈവൻ ബസ്സിന് പോകാൻ പോലും ശേഷിയില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പഠിച്ചത്. പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ ഫീസെല്ലാം എങ്ങനെയെങ്കിലും കൊടുത്തു, വളരെ പ്രയാസപ്പെട്ടു. എൻ്റെ അടുത്തുള്ളൊരു ഗൗരി ടീച്ചറുണ്ട്, ആ ടീച്ചർ അവരോട് പറഞ്ഞു, ഇങ്ങനെ പഠിക്കുന്ന കുട്ടിയല്ലേ, അവർക്ക് ഫീസ് ഒഴിവാക്കി കൊടുക്കണം. അങ്ങനെ രാമലസ് സ്കൂളിലായി പ്രിൻസിപ്പളായി പിരിഞ്ഞ ഹരീന്ദ്ര മാഷൻ. അറിയാം, പക്ഷേ അത് അന്നത്തെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ അവരെ സമ്മർദ്ദം വന്നപ്പോൾ അവർ ആ വർഷത്തെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് 3500 രൂപയാണ് ഫീസ്. അത് ഞാൻ എൻ്റെ ചെറിയ നോട്ട്ബുക്കിൽ ഇത് ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് അന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ കടം ഞാൻ വീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും അദ്ദേഹത്തോടുള്ള വളരെ ആദരവും സ്നേഹവും ഇപ്പോൾ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ ഗുരു എന്നുള്ള ആൾക്ക് എന്നെ പഠിപ്പിച്ച മാഷും കൂടിയാണ് അവർ. അവർക്ക് അവരുടെ ജീവിത പ്രതിസന്ധിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരികയും എന്നോട് സംസാരിക്കുകയും അവരെ ഞാൻ തീർച്ചയായിട്ടും അവരെല്ലാം കൂലിപ്പണി പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഞാൻ ബ്രണ്ണൻ കോളേജ് ഞാൻ പ്രീ ഡിഗ്രി ആർട്സ് വിഷയം. എന്തായിരുന്നു നിങ്ങൾ എയിം? 10ാം ക്ലാസ് യഥാർത്ഥത്തിൽ സത്യത്തിൽ എയിമൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കണം തോന്നി, എന്തിനു പഠിക്കണം എന്നൊന്നും ഒരു പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബ്രണ്ണൻ കോളേജിൽ എത്തിയപ്പോൾ എന്നെ ആകെ തന്നെ അടിപൊളി മാറ്റി. ഡിഗ്രി തീർന്നല്ലോ, പ്രീ ഡിഗ്രി അത്യാവശ്യം നല്ല മാർക്കോട് മാർക്കോട് പാസ്. ബ്രണ്ണൻ കോളേജിൽ മെറിറ്റിൽ തന്നെ ഏതാണ് എടുക്കുന്നത്? ഞാൻ എക്കണോമിക്സ് എടുക്കുമ്പോൾ വല്ല ഐഡിയ ഉണ്ടോ? അവിടെ പോയിട്ട് അല്ല, ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളത് അപ്പുറത്തൊന്നുമില്ല. അവിടെ പോയി ബ്രണ്ണനിലേക്ക് പോയി കൂലിപ്പണി തുടരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എൻറോൾ ചെയ്യുന്നതിന് തൊട്ട് തലേന്ന് വരെ ഞാൻ ചെയ്യുന്നുണ്ട് ജോലി. അവിടെ പോയി ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി കാലഘട്ടം എങ്ങനെ? ഡിഗ്രി കാലഘട്ടം അവിടെയുള്ള അധ്യാപകരും സുരേഷ് ബാബു മാഷ്, സാവിത്രി ടീച്ചർ, പത്മിനി ടീച്ചറെല്ലാം ഇവരെല്ലാം സഹപാഠികൾ ആരൊക്കെയാ ആ സമയത്ത്? യഥാർത്ഥത്തിൽ ഞാൻ കോളേജിൽ സഹപാഠികളെ കൂടുതൽ ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ എൻ്റെ നാട്ടിൽ സുഹൃത്തുക്കളല്ലാതെ എനിക്ക് സത്യത്തിൽ ഭയമായിരുന്നു. ഇങ്ങനെ ഒരു എവിടെയെങ്കിലും കൂട്ടുകെട്ടോ മറ്റു കാര്യങ്ങൾ വന്നാൽ എൻ്റെ ലക്ഷ്യം പാളിപ്പോവോ എന്നുള്ള ഞാൻ വളരെ ഭയന്ന് ഇൻട്രോവേർട്ടായി ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂട്ടുകെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ബ്രണ്ണൻ കോളേജിൽ എന്നോടൊപ്പം പഠിച്ച എല്ലാവരും ഇപ്പം എൻ്റെ വളരെ ഉറ്റ സുഹൃത്തുക്കളും കൂടിയാണ്. 3 വർഷം ഡിഗ്രി കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഗ്രി കാലഘട്ടം യഥാർത്ഥത്തിൽ എന്നെ വളരെ പ്രധാനമായി സഹായിച്ചത് സാവിത്രി ടീച്ചറാണ്. ബ്രണ്ണൻ കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരാണ് എനിക്ക് ടെക്സ്റ്റ് ബുക്കുകൾ തരികയും അവരെന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നല്ല റിസൾട്ട് എനിക്ക് അവിടുന്ന് കിട്ടിയതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രണ്ണൻ കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ ചന്ദ്രൻ എന്ന് പറയുന്നൊരു മാഷ്, വളരെ ഒരു മുൻതുല്യനായ മാഷ്, വളരെ സൗമ്യനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എന്നെ ഒരു ദിവസം അടുത്ത് വിളിച്ചിട്ട് പറയുന്നത്, നീ വക്കീലായിക്കോ വിശ്വ എന്ന് പറയുന്നത്. അദ്ദേഹം എനിക്ക് പണം തരും, എന്നെ സഹായിക്കും. അങ്ങനെ ഒട്ടനവധി സഹായം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കിട്ടിയിരുന്നു. അത് പിന്നീട് അദ്ദേഹം പിന്നീട് പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചുപോയി. സർവീസ് ഇരിക്കുമ്പോൾ തന്നെയാണ് മരിച്ചത്. വലിയ ഷോക്കായിരുന്നു എനിക്കെല്ലാം അത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എനിക്കിങ്ങനെ ഒരു വഴി, ഒരു LLB എന്ന് പറയുന്ന ഒരു വഴി തെളിയുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിലാണ്. അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, ഇങ്ങനെ ഒരു ബുദ്ധി വേണ്ടേ വക്കീലെ ഇതിന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ബുദ്ധി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കൊരു ആത്മവീര്യം കിട്ടുന്നത്. ഞാനൊന്ന് ചോദ്യം, 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ എത്തുന്നു, ഈ കാലയളവിനുള്ളിൽ ഒരു ദിവസം നിരവധി സങ്കടങ്ങൾ നിങ്ങളെ കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ ഇന്നും ഏതു സമയവും മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും ദുഃഖകരമായ, ആലോചിക്കുമ്പോൾ കണ്ണ് നിറയുന്ന ഒരനുഭവം പറയാൻ പറ്റും?
നൂറുകണക്കിന് അനുഭവം ഉണ്ടാവും, കാരണം നിങ്ങൾ എനിക്ക് വന്ന വഴികൾ അതാണല്ലോ. എനിക്ക് ഒട്ടനവധി അനുഭവമുണ്ട്. എനിക്ക് എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ് എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയി ഇപ്പോൾ എന്നെ പിന്തുടരുന്നത്. ഞാനങ്ങനെ പഠിക്കുമ്പോൾ, അവിടെ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിച്ചോ. അമ്മ ഉദ്ദേശിച്ചുണ്ടാകുക എന്തെങ്കിലും സഹായം എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി. ഈ കുത്തമ്പിനാറിൻ്റെ താഴെ നിന്ന ഒരു മനുഷ്യൻ്റെ തൊട്ടാണ് ഞാനുള്ളത്, അത്ര ഹൈറ്റാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അമ്മ പറഞ്ഞു എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെ ഒരു നോട്ടം നോക്കി. അവിടെ റവയെല്ലാം വെക്കുന്നൊരു എല്ലാം വെക്കുന്നൊരു ഒരു മുറിയുണ്ട്. ആ മുറിയിൽ പണ്ടത്തെ അമേരിക്കക്കാർ കൊടുക്കുന്ന റവേൻ്റെ സഞ്ചി, ആ സഞ്ചി ഒന്നെൻ്റെ മുമ്പിലേക്ക് എടുത്തിട്ട് തന്നു. അത് ഞാൻ ഉടുത്താൽ നിൽക്കാത്ത ട്രൗസറാണ്, ഒരു സ്ലേറ്റ്, അതിൻ്റെ പെൻസിൽ, എൻ്റെ ശരീരമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ കാബൂളി വാല ടൈപ്പാണ് എൻ്റെ വസ്ത്രങ്ങളെല്ലാം. ആ ചാക്ക് മടക്കി എൻ്റെ വീട്ടിലെത്തിക്കാൻ ഞാൻ വലിയ കഷ്ടപ്പാട്. സൂചി ഗോതമ്പാണ് അതിനകത്തുള്ളത്, അതൊന്നുമില്ല, ഒരു കാരി സഞ്ചി മാത്രം. അങ്ങനെ തരാൻ കാരണം എനിക്കത് ഇന്നും മനസ്സിലായിട്ടില്ല. ഒരു അച്ഛൻ ഒരു മകന്, അതുകൊണ്ട് തന്നെ എനിക്ക് ഫാമിലി കോടതിയിൽ ഈ ചെലവിന് കൊടുക്കാത്ത ഒരൊറ്റ അച്ഛനെയും ഞാൻ വെറുതെ വിടാറില്ല. അതങ്ങനെ സൈക്കോളജിക്കലി എന്നെ അങ്ങനെ ഒരു പ്രശ്നം കിട്ടി തരും. അപ്പോൾ പിന്നെ ആ സഞ്ചി മടക്കി വീട്ടിലെത്തിക്കാൻ പെട്ട പാട്. സഞ്ചി നിങ്ങൾ എന്തായാലും അച്ഛൻ തന്നല്ലേ കൊണ്ടുപോയി? അത് അമ്മേൻ്റെ അടുത്ത് കൊടുത്തു. അമ്മ അപ്പോൾ സഞ്ചി കണ്ടപ്പോൾ തന്നെ വലിച്ചെറിഞ്ഞു. അപ്പം ഞാനിങ്ങനെ വലിയ വേൾഡ് കപ്പ് ട്രോഫി കൊണ്ടുവരുമ്പോഴാണ് കൊണ്ടുവരുന്നത്. പക്ഷേ കാര്യമില്ല, 2ാം ക്ലാസ്സുകാരൻ അത്രയല്ലേ ബുദ്ധിയുള്ളൂ. അച്ഛൻ തന്ന സാധനം അതൊരു എന്നെ മനസ്സിനെ വല്ലാതെ ഇപ്പോൾ എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു സാധനം. എന്തിനാണ് അച്ഛൻ അങ്ങനെ ചെയ്യേണ്ടത് എന്ന് തോന്നിയത്, എന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തി. അന്നത്തെ ഒരു മാടമ്പി സ്വഭാവം അതുണ്ട്. അച്ഛൻ കുറച്ച് നിഷേധിയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കി. നിഷേധി അച്ഛൻ്റെ ആദ്യ ബന്ധത്തിലെ മക്കളൊക്കെ നിങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഒരു ബന്ധം അച്ഛൻ്റെ ഭാഗത്തേക്ക്, അച്ഛൻ്റെ ബന്ധുക്കളുമായി എനിക്ക് യാതൊരു ബന്ധമുണ്ടായി. അമ്മ അച്ഛനെ കുറിച്ച് പങ്കുവെക്കുന്ന സങ്കടങ്ങൾ, അമ്മ യഥാർത്ഥത്തിൽ അമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കാറില്ല. കാരണം എന്തായാലും അച്ഛൻ്റെ ഒരു സ്വഭാവ രീതി കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത് അച്ഛൻ്റെ ഒരു ക്രൂരമായ നിലപാട് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് ഈ കാര്യങ്ങൾ ചോദിച്ച് അമ്മയുടെ വേദനപ്പെടുത്തണ്ട എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ദിവസം വരെയും അച്ഛനെക്കുറിച്ചിട്ട്, അച്ഛൻ്റെ സ്വഭാവ കാര്യങ്ങളെക്കുറിച്ചോ അച്ഛൻ്റെ രീതികളെക്കുറിച്ചോ ഒന്നും ഞാൻ ചോദിച്ചില്ല. മറ്റ് സഹോദരങ്ങളൊക്കെ, മറ്റ് ബന്ധത്തിലുള്ള സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധം പിന്നെപ്പോഴെങ്കിലും പിന്നീട് തീർച്ചയായിട്ടും പിന്നീട് ഞാൻ മാറി അഭിഭാഷകനായി, പിന്നീട് സമൂഹത്തിന് മുഖ്യ ശ്രേണിയിലേക്ക് വരുമ്പോഴും നമുക്ക് അവരെല്ലാം എന്നെ അംഗീകരിച്ചിട്ടുണ്ട് തന്നെ വിചാരിച്ചു. അവരെല്ലാം ചേർത്ത് പിടിച്ചു. ചേർത്ത് പിടിക്കാൻ എന്നെ സമീപിച്ചവരെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഈ സമീപിക്കാത്തവരുണ്ട് ഇപ്പോഴും, തീർച്ചയായിട്ടും എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? താങ്കളുടെ ഈ വിദ്യാഭ്യാസ കാലഘട്ടം, ഈ ഡിഗ്രി വരെ ചോദിക്കുന്നത്, പിന്നെ LLBയിലേക്ക് കയറുമ്പോൾ റേഞ്ച് മാറുകയാണ്. ഈ ഡിഗ്രിയൊക്കെയുള്ള കാലഘട്ടത്തിൽ എപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും സംതൃപ്തിയോടെ മനസ്സിൽ ചേർത്ത് നിർത്തിയ ഒരു അനുഭവം പറയാൻ പറ്റും. ഞാൻ ഹാപ്പിയാണ്, ദൈവം അല്ലെങ്കിൽ പ്രകൃതി എനിക്ക് നൽകിയത് ഈ അനുഭവങ്ങളൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാനെന്ന് തോന്നിയ ഒരു അനുഭവം. അല്ല, എനിക്കത് ഞാനതാണ് പറയുന്നത്, ചന്ദ്രമാഷുമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നേരായ വഴിയിൽ എന്നെ നയിക്കാൻ കാരണം. അപ്പോൾ ഡിഗ്രി നല്ല നിലക്ക് കഴിഞ്ഞു. വക്കീലെ, അപ്പോൾ ഡിഗ്രി ബ്രണ്ണൻ കോളേജ് ക്യാമ്പസിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. ആരൊക്കെ അന്നത്തെ സഹപാഠികൾ? അന്നത്തെ സഹപാഠികൾ എന്ന് പറയുന്ന ആള് ഇപ്പോഴും ഒരു KC സജീവൻ എന്ന് പറയുന്നത് അന്നത്തെ നമ്മുടെ SFIൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പം അഭിഭാഷകനായി തലശ്ശേരി കോടതിയിലുണ്ട്. അന്ന് തന്നെ ഇപ്പോൾ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്, ഇപ്പോൾ തലശ്ശേരി കോടതി പ്രാക്ടീസ് ചെയ്യുന്ന മുൻ പ്രോസിക്യൂട്ടറായ ശരേഷ് കുമാർ ഞാനുള്ള സമയത്തുള്ള ആളാണ്. സഹപാഠി എന്ന് പറയാൻ കഴിയില്ല, എനിക്കറിയാം അവരെ. വിനോദ് കുമാർ ചാംപ്ലവാൻ. അങ്ങനെ പറയുന്ന പോലെ വലിയ കൂട്ടുകെട്ടൊന്നും വളരെ കൂളായിട്ട് വന്ന് പഠിച്ചു പോകുന്നു. അങ്ങനെ ഡിഗ്രി കഴിയുന്നു. അപ്പൊ ഈ വക്കീല് ആകണം എന്ന് നിങ്ങളുടെ ഒരു അധ്യാപകം പറഞ്ഞ ഓർമ്മ മാത്രമേ മനസ്സിലുള്ളൂ. തുടർന്ന് എങ്ങോട്ടാണ്? പിന്നീട് എനിക്ക് അഭിഭാഷകനാകണമെന്നുള്ള താല്പര്യത്തിൽ ഞാൻ കാലിക്കറ്റ് ലോ കോളേജിലാണ് പോയി അപേക്ഷ കൊടുത്ത് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. മെറിറ്റ് തന്നെ കിട്ടി. മെറിറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാറി. ഇൻട്രോവേർട്ടിൽ നിന്ന് ഞാൻ പതിയെ എൻ്റെ ആ ഇൻട്രോവേർട്ട് എന്നുള്ള ആ തോട് പൊട്ടിച്ച് ഞാൻ പുറത്തേക്ക് ചെറുങ്ങനെ വരാൻ തുടങ്ങി. എങ്കിൽ തന്നെയും എൻ്റെ ഇൻട്രോവേർട്ടായിട്ടുള്ള നിലപാടൊന്നും വിട്ടിരുന്നില്ല. പക്ഷേ ജീവിതത്തിൽ ശബ്ദിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടായി ജീവിച്ചാൽ ഞാൻ അരഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ കുടഞ്ഞെഴുന്നേൽക്കുകയാണ് യഥാർത്ഥം ചെയ്തത്. എൻ്റെ സ്വഭാവം മൊത്തത്തിൽ അത് മാറ്റുകയും അങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അവിടുന്ന് കഴിഞ്ഞ് ഞാൻ ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുന്നത് 93-ൽ.
ഏപ്രിൽ എൻറോൾ ചെയ്തു. ഈ ലോ കോളേജ് കാലഘട്ടം കാലിക്കറ്റ് ലോ കോളേജ് എന്ന് പറഞ്ഞാൽ വേറൊരു റേഞ്ചാണ്. ആ ലോ കോളേജിൽ പഴയകാല നക്സൽ പ്രസ്ഥാനം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം ശക്തമായ ഒരു ക്യാമ്പസ്, എല്ലാ അർത്ഥത്തിലും തിമിർക്കുന്ന ഒരു ക്യാമ്പസ്. ആ ക്യാമ്പസ് ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ ഞാൻ ഡേ സ്കോളർ എന്നുള്ള നിലക്ക് രാവിലെ പോയി വൈകുന്നേരം വരുന്ന ആളാണ്. എനിക്ക് അവിടെയുള്ള ശരിക്കും ഇപ്പോൾ ഒരു ദുഃഖമാണ് ഉണ്ട്. എന്താ കാര്യം, ഒരു കോളേജിൻ്റെ ഒരു പിന്നെ ത്രില്ല് അനുഭവിക്കാതെയാണ് എൻ്റെ പഠനം. എങ്ങനെയാണ് ആ കോളേജിലേക്കുള്ള ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 6 മണിക്ക് ഇറങ്ങും. ഒളവിലം നടന്നിട്ട് മാഹി റെയിൽവേ സ്റ്റേഷനിൽ പോകും. എത്ര കിലോമീറ്റർ? ഏകദേശം ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. രാവിലെ 4 കിലോമീറ്റർ ഒളവിലെത്തുന്ന നടന്ന് മാഹി റെയിൽവേ സ്റ്റേഷൻ പോകും. അവിടുന്ന് പരശുരാമന് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോകും. അവിടെ നീ പറഞ്ഞ പോലെ തണുത്ത അതെ, വെള്ളം കുടിച്ച് എന്നിട്ട് നേരെ ക്യാമ്പസിലേക്ക് പോകും. എൻ്റെ സുഹൃത്തുക്കൾ ആ സമയത്ത് സെൻട്രൽ എക്സൈസ് ക്യാൻറ്റീൻ ഉണ്ട് കോഴിക്കോട് മാനേജറിൻ്റെ അടുത്ത്. അവിടെ പോയി പിന്നെ ഭക്ഷണം കഴിക്കും. ഞാനും എപ്പെങ്കിലും പണം ഉണ്ടെങ്കിലും ഞാനും കഴിക്കും. പക്ഷേ പൊതുവെ ഞാൻ കഴിക്കാൻ നിൽക്കാറില്ല. അപ്പോൾ എന്നോട് ചോദിക്കും, നിനക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഡോക്ടറെ കാണിക്കണം, കാരണം യാതൊരു വിശപ്പില്ലാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാനത് വെള്ളം കൊണ്ട് മാത്രം മാനേജ് ചെയ്ത ആളാണ്. അങ്ങനെയാണ്. പിന്നീട് വൈകുന്നേരത്തെ 3:45 വണ്ടിക്ക് ഞാൻ തിരിച്ചു വരും. ഏകദേശം പിന്നീട് വൈകുന്നേരത്തോടുകൂടി 4 കിലോമീറ്റർ നടക്കും. പിന്നെ നടക്കും. 8 കിലോമീറ്റർ ഡെയിലി നടക്കും. അങ്ങനെ എത്ര വർഷമായിരുന്നു? 3 വർഷം LLB കംപ്ലീറ്റ് ചെയ്തു. അതിനിടയിൽ അവിടുത്തെ വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ സാംസ്കാരിക രംഗത്തുണ്ടായിരുന്നു. ഇല്ല, അവിടെ ഞാൻ ബ്രണ്ണൻ കോളേജ് പഠിക്കുമ്പോഴും ലോ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ചെറിയൊരു എഴുത്ത് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ആദ്യത്തെ? അല്ല, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രതിനിധീകരിച്ച് ക്യാമ്പിൽ പങ്കെടുക്കുക. എനിക്ക് അക്കാര്യത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്ന കൽപ്പറ്റ നാരായണ മാഷ്, ആ സമയത്ത് വിഷ്ണുനാരായണ നമ്പൂരി മാഷ്, ഇവരെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയത്. അപ്പോൾ എൻ്റെ കവിതകളും കഥകളെല്ലാം തിരുത്തലും അവരൊക്കെയാണ്. പക്ഷേ പിന്നീട് ബ്രണ്ണൻ കോളേജിൽ നിന്ന് തന്നെ ഞാൻ ഈ കവിത എഴുത്ത് നിർത്തിയത്, ഞാൻ എഴുതിയ കവിതയ്ക്ക് ഒരാൾ നടത്തിയൊരു ചിത്രീകരണം കണ്ടപ്പോൾ എനിക്ക് തോന്നി മലയാള ഭാഷയ്ക്ക് ഞാൻ ഭാവിയിൽ ഭാരാകാൻ സാധ്യതയുണ്ട്. എന്താ ചിത്രീകരണം? അതിൽ ഞാൻ എഴുതിയത് ചെമ്പോത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട്, ചുവപ്പിൽ കറുപ്പി എന്ന പക്ഷി എന്ന് പറഞ്ഞാണ് ആ കവിതയുടെ പേര്. അപ്പം അദ്ദേഹം വരച്ച ചിത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത ഒരു കാക്കേനെ വരച്ച് വെച്ചു. അപ്പം എനിക്ക് തോന്നി ഇത് ബുദ്ധിമുട്ടാണ്, ജനങ്ങൾക്ക് ഡൈജസ്റ്റ് ആവും. കവിത അതോടുകൂടി വറ്റി തീർന്നു. പിന്നീട് ആ കാലത്ത് ലോ കോളേജില് നിങ്ങളുടെ ക്യാമ്പസിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു? ലോ കോളേജിൽ എനിക്ക് ഇവിടുന്ന് പോകുന്ന ഇപ്പോൾ നിലവിലുള്ള തലശ്ശേരി പ്രോസിക്യൂട്ടറായിട്ടുള്ള സി പ്രകാശൻ, TV അശോകൻ, ഷബീർ, NDF നേതാവ് ഷബീർ, അങ്ങനെ കുറേ ആളുകൾ എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണ് ട്രെയിനിൽ പോകും? അല്ല, ഏറ്റവും മെമ്മറബിളായ ഒരാൾ എന്ന് പറയുന്നത് 5 ഇയർ കോഴ്സിനുള്ള PP റഹീം എന്ന് പറയുന്ന പെരിങ്ങാടിക്കാരനായ ഒരാളാണ്. അദ്ദേഹം അതിബുദ്ധിശാലിയും വല്ലാത്ത വലിയ ചിന്തകനുമാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഒന്നിച്ച് ഉണ്ടായിരുന്നത്. അന്നത്തെ ട്രെയിൻ യാത്രയൊക്കെ എങ്ങനെയാണ്? ട്രെയിൻ യാത്ര വളരെ ത്രില്ലിംഗ് ആയ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഉത്സവവും, ഞങ്ങളാകെ തന്നെ അടിച്ച് തിമിർത്താണ് പോവുക. അപ്പോൾ അന്നെല്ലാം റാഗിങ് ഞങ്ങൾ നടത്തിയതും ഞാൻ എന്നെ ഭാഗ്യത്തിന് അന്ന് സുജനപാൽ മത്സരിച്ച സമയമാണ്. അപ്പോൾ ഈ റാഗ് ചെയ്യുന്ന ആളുകൾ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ആർക്കാ വോട്ടിട്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സുജനപാൽ എന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷെ എന്നോട് ഇടതുപക്ഷ മനസ്സാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെല്ലാം എനിക്ക് CPMൻ്റെ പാർട്ടി പ്രവർത്തനത്തോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്നേരം കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് ആ കുഴപ്പത്തോടൊന്നും മാനസികമായി താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആശയഗതി, ഇടതുപക്ഷത്തിൻ്റെ ആശയഗതിയാണ് നല്ലത്. ഒരു പാർട്ടി ഗ്രാമമല്ലേ അവിടുത്തെ പാർട്ടിയുടെ അന്നത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ? അവിടെ കോൺഗ്രസ്സുകാർ മാത്രമുള്ള പ്രദേശമാണ്. അതിൽ എൻ്റെ അമ്മ മാത്രമാണ് CPM ആയിട്ടുള്ളത്. കോൺഗ്രസ് പ്രദേശമാണോ? കോൺഗ്രസ്, അതായത് ചൊക്ലി പഞ്ചായത്തിൽ ഇപ്പോഴും കോൺഗ്രസിന് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രാമുഖ്യമുള്ള വാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡാണ്. അവിടുന്ന് നിങ്ങൾ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സിലേക്ക് വന്നു? അതെ, അത് പിന്നീട് എപ്പോഴാണ് ഈ LLB കഴിഞ്ഞതിന് ശേഷമാണോ നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികനായി? ഞാൻ LLB കഴിഞ്ഞ് ഞാൻ എൻറോൾ ചെയ്യേണ്ട കാലത്ത് ചൊക്ലിയിൽ ഒരു VA മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ബേക്കറി ഉടമയുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ വളരെ ഒരു കോമ്രേഡാണ്. അദ്ദേഹമാണ് എൻ്റെ തോളിൽ തട്ടി എൻ്റെ വ്യക്തിവിവരങ്ങൾ ചോദിക്കുകയും ഇനിയുള്ള തുടർച്ചയുള്ള കാലഘട്ടത്തെ പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ജീവനോടെ ഒരു വക്കീലിനെ അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വക്കീലെ കാണിക്കാൻ ഇദ്ദേഹം തയ്യാറായപ്പോൾ അദ്ദേഹത്തിനെ പിന്തുടർന്ന് അങ്ങനെ വക്കീലാക്കി. അങ്ങനെയാണ് PK വിജയൻ വക്കീലിൻ്റെ ഓഫീസിലേക്ക്, PK വിജയൻ വക്കീലിൻ്റെ ഓഫീസിലേക്കാണ് വരുന്നത്.
അത് കൂട്ടിയിട്ട് വരികയാണ്. ആളെ ഈ കൂട്ടി എൻറോൾ ചെയ്ത ദിവസം നിങ്ങൾ പറഞ്ഞില്ല എൻറോളിന് വേണ്ടി പയറ്റ് നടത്തിയ, അപ്പൊ എൻറോൾ ചെയ്യണം, കോട്ടും സൂട്ടും വാങ്ങാനുള്ള പൈസ ഇല്ല, ആ ദിനങ്ങളൊന്നും ഓർത്തട്ടെ. അത് യഥാർത്ഥ കണ്ണാട്ടൻ അന്ന് യഥാർത്ഥത്തിൽ ഞാൻ കണ്ണേട്ടനെ നിങ്ങളെ മനസ്സിലേക്ക് വരുന്നതാണല്ലോ. ഉം. നിങ്ങൾ ഈ പ്രതിസന്ധി നേരിടും. എൻറോൾ ചെയ്യേണ്ട ഡേറ്റ് വരുന്നു. എവിടെ വെച്ചിട്ടാ? കൊച്ചിയിലല്ലേ എൻറോൾ? ഹൈക്കോടതി, എൻറോൾ ഹൈക്കോടതി ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യാൻ കൊച്ചിയിലേക്ക് പോകണം. അതുവരെ കൊച്ചി പോയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. അപ്പൊ ആദ്യമായിട്ട് കൊച്ചിയിലേക്ക് പോകണം. കോട്ടും സൂട്ടും വേണം, ഗൗഡ് വേണം, ഈ സാധനം എല്ലാം വാങ്ങണം. നിങ്ങളുടെ കയ്യിലാണ് ഈ പച്ചവെള്ളം കുടിച്ച പാരമ്പര്യം നിങ്ങൾക്കുള്ളൂ. എന്ത് ചെയ്യും? അന്നേരം ഉണ്ടായ നിങ്ങളെ ചിന്തകൾ എന്തൊക്കെയാണ്? ഞാൻ യഥാർത്ഥത്തില് എനിക്ക് ഇതിന്റെ ചെലവും മറ്റു കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അൺഅഫോർഡബിൾ ആണെന്ന് എനിക്കൊരു തോന്നിയിട്ടുണ്ട്. എൻറോൾമെന്റ് നടക്കൂലെന്ന് തോന്നി. എനിക്ക് പ്രതിസന്ധി ഉണ്ട്, അതെങ്ങനെ നടക്കും, എങ്ങനെ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള എനിക്ക് തോന്നിയിരുന്നു. ഞാൻ ചെറിയ തുകകൾ സ്വരൂപിച്ച് വെച്ചിരുന്നു. പക്ഷേ എങ്ങനെ നടക്കും, കോട്ടെങ്ങനെ വാങ്ങും എന്നുള്ള പ്രതിസന്ധി തൊട്ട് തലേന്ന് വരെ എനിക്കുണ്ട്. പക്ഷെ കണ്ണാടനാണ് എനിക്ക് ഈ പറഞ്ഞൊരു തുക തന്ന് എന്നോട് പറയുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം എന്തിനു വേണ്ടിയാ പയറ്റ് നടത്തിയത് ശരിക്ക്? അപ്പോൾ അദ്ദേഹത്തിന് സാധുവായ വളരെ നന്മയുള്ള ഒരു മനുഷ്യനാണ്. എന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ അച്ഛന് കൊടുക്കേണ്ട സ്നേഹം ഒരുപക്ഷെ ഞാൻ കണ്ണാടന് കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്നോട് അപ്പോൾ അവർക്ക് ഈ എൻറോൾമെൻറ്റിൻ്റെ പറ്റിയും കാര്യമൊന്നും അറിയില്ല. അപ്പോൾ എൻറോൾമെൻറ്റിൻ്റെ കാര്യവും മറ്റു കാര്യവും വിശദമായി അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ പയറ്റ് നടത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട പയറ്റ് നടത്താമെന്ന് എനിക്ക് ധാരണയേ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം പെട്ടെന്ന് പയറ്റ് നടത്തുകയും അദ്ദേഹത്തിന് കിട്ടി ആകെ 5000. ഞാനാണ് പയറ്റ് കണക്ക് എഴുതിയത്. അപ്പോൾ 5000 കിട്ടി. അതിൽ അയാളെ എല്ലാവരും വീട്ടിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് പയറ്റ് കഴിഞ്ഞാൽ ആളുകൾ പണവുമായി വീട്ടിലെത്തിക്കും. പയറ്റിനെ കുറിച്ചൊന്ന് പറയണം. കാരണം എല്ലാ പ്രേക്ഷകർക്കും ഈ പയറ്റ് അറിയില്ല. അത് നിങ്ങളെ ഈ ചൊക്ലി കടവത്തൂർ ഭാഗത്തുള്ള ശരി, പണപ്പയറ്റ് എന്ന് പറയുന്ന സംവിധാനം നാട്ടിലുള്ള ചെറിയൊരു പണ ഇടപാടാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, കല്യാണം മറ്റെന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ സഹായിക്കും. ചെറിയൊരു തുക, അവർക്കാവുന്ന തുക സഹായിക്കും. തിരിച്ച് അതിന് ഇരട്ടി തുകയാണ് പിന്നീട് അദ്ദേഹത്തിന് ആവശ്യം വരുമ്പോൾ സഹായിക്കുക. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പൈസ തിരിച്ചു വെക്കാതെ ചില കേസുകൾ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ കൊടുത്ത പണം മാത്രമാണ് തിരിച്ച് പയറ്റിയതെങ്കിൽ, തിരിച്ചു കൊടുത്തതെങ്കിൽ അത് കട്ട് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഡിക്കേഷൻ തുടരാൻ താല്പര്യമില്ല. അങ്ങനെയാണ് രീതി. ഈ അങ്ങനെ എൻറോൾ ചെയ്യുന്ന ദിവസം ആരൊക്കെ കൂടെ വന്നത്? കൊച്ചിയിലെ ആ സുദിനം എങ്ങനെ ഓർക്കുന്നു? കൂടെ വരാൻ എൻ്റെ ആരെയും കൂട്ടാൻ്റെ ശേഷിയൊന്നും എനിക്കില്ല. എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ സുഹൃത്തായ റഹീമായിരുന്നു. റഹീം അന്നും വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഏട്ടന്മാരുടെ താല്പര്യത്തിലാണ് അവന് വരുന്നത്. അവന് ഷൂവും മറ്റു കാര്യങ്ങളൊക്കെ ഏട്ടമായി കൊടുത്തിട്ടുണ്ടെങ്കിലും അവൻ ഹവായി ചേർപ്പിട്ടിട്ടാണ്. അദ്ദേഹം അങ്ങനെയാണ്. അത് ഇപ്പോഴും അങ്ങനത്തെ ഒരു പ്രത്യേക പ്രകൃതക്കാരനാണ്. ഇൻ്റലക്ച്വൽ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുക, വളരെ ദീനാനുകമ്പയും സ്നേഹവും കാണിക്കുന്നതാണ്. അദ്ദേഹം അസാമാന്യ ബുദ്ധിശാലിയാണ്. അദ്ദേഹത്തിന് ഒരു സ്കോളർഷിപ്പ് കിട്ടിയ തുക 2000 രൂപയാണ് എൻ്റെ വീടിൻ്റെ അടുക്കളയുടെ തറ കെട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത്. എൻ്റെ ചെറിയൊരു വീട് എന്ന് പറഞ്ഞ ഉളവിലത്തുള്ള വീടിൻ്റെ തറ കെട്ടാൻ വേണ്ടി സ്വന്തമായിട്ട് വീട് എടുത്തത് ആദ്യമായിട്ട്. അത് എത്ര വയസ്സിലെടുത്തു? അല്ല, അത് അമ്മയുടെ സഹായത്തിലാണ് എല്ലാം എടുക്കുന്നത്. പിന്നീട് ഞാൻ കൂലിപ്പണിയിലെടുക്കും, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി മാറ്റുക. അങ്ങനെയായിരുന്നു ആ ജീവിതം. അങ്ങനെ എൻറോൾ ചെയ്ത ദിവസത്തിന്റെ ഓർമ്മ എങ്ങനെയാണ്? അന്നത്തെ എൻറോൾമെന്റ് എങ്ങനെയായിരുന്നു? രീതി അല്ലല്ലോ. അല്ലല്ല, എൻറോൾമെന്റ് യഥാർത്ഥത്തിൽ എല്ലാ ഈ മഹാപ്രവാഹത്തിനോടൊപ്പം ഞാനും നിന്നു, സത്യം ചെയ്യുന്നു കാര്യങ്ങൾ. കൂടെ എൻറോൾ ചെയ്ത ആരൊക്കെയാണെന്ന് എന്നോട് എൻറോൾ ചെയ്ത പ്രൊഫഷണൽ നിൽക്കുന്ന ആരൊക്കെയുണ്ട്? തലശ്ശേരിയിലെ ഈ പറഞ്ഞ പ്രോസിക്യൂട്ടർ ആയിരുന്ന സി പ്രകാശൻ ഉണ്ട്, ഷബീർ ഉണ്ട്, ടി വി അശോകൻ എന്ന് പറയുന്ന ആളുണ്ട്, ഒരുപടി ആളുകൾ. അങ്ങനെ വക്കീലായി. അറബിക്കടലിന്റെ റാണി എന്നറിയുന്ന കൊച്ചിയുടെ വിരിമാറിൽ താങ്കൾ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. വക്കീലെ, ആദ്യമായിട്ട് നിങ്ങൾ എവിടെയാണ്, ഏത് വക്കീലിന്റെ അടുത്താണ് ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ്റെ ജൂനിയർ, MKD എന്ന് പറയുന്ന MK ദാമോദരൻ്റെ ജൂനിയറായ PK വിജയൻ വക്കീലിൻ്റെ അടുത്താണ് ഞാൻ പ്രാക്ടീസ് ആരംഭിക്കുന്നത്. അദ്ദേഹമാണ് ഇവിടെ തലശ്ശേരിയിൽ ഏറ്റവും ഭംഗിയായി ക്രോസ് ചെയ്യുന്ന, വളരെ നന്നായി കേസ് നടത്തുന്ന ഒരു വക്കീലാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ആരാ കൊണ്ടേയാക്കുന്നത്? ഈ VA മുകുന്ദൻ എന്ന് പറയുന്ന പാർട്ടി നേതാവാണ് അവിടെ കൊണ്ടേയാക്കുന്നു. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ കോടതിയിൽ എഴുന്നേറ്റ് നിന്ന കേസ്? യഥാർത്ഥത്തിൽ എനിക്കത് വളരെ മെമ്മറബിളായ ദിവസമാണത്. വക്കീലൊരു ഫയൽ എടുത്തിട്ട് പറഞ്ഞു, നീ CJM കോടതിയിൽ ഹാജരാകണം. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് NK ബാലകൃഷ്ണൻ സാറാണെന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അക്യൂസ്ഡ് പ്രസന്റ് എന്ന് പറയണം. അത് വിട്ടുപോയാൽ ആള് ജയിലിൽ പോകും, ആൾക്ക് വാറണ്ടാവും, പ്രശ്നമാവും, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഹിറ്റ്ലർ സിനിമയിലെ ആ ലേഡി ഹിറ്റ്ലർ എന്ന് പറഞ്ഞു പോകുന്നത് പോലെ ഈ വക്കീലിൻ്റെ
ഉഗ്രശാസനാണ്. ഞാനിങ്ങനെ അവിടെ എത്തി, കോടതിയിൽ കയറുന്നു, കേസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കേസ് വിളിച്ചു വരുന്നില്ല. ഞാൻ ടെൻഷനായി. ടെൻഷൻ എൻ്റെ കൂടെ പുറപ്പായതുകൊണ്ട് തന്നെ അവസാനം എൻ്റെ കേസ് വിളിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു അലർച്ചയായിരുന്നു കോടതിയിൽ. കോടതിയുടെ മുറി ആകെ തന്നെ ഞെട്ടി. ജഡ്ജ് അതുവരെ ശാന്തമായി ജോലി ചെയ്തുകൊണ്ട് ജഡ്ജ് ഞെട്ടി, ഇതാരാണ് പുതിയൊരാളെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അത്ര വെച്ച് ഞാനത് അതായത് എനിക്ക് ഭയന്ന് എൻ്റെ നിയന്ത്രണം വിട്ട് ഇത് പറയാൻ വിട്ടുപോയാൽ എന്തായിരിക്കും സംഭവം എന്നുള്ളത് കൊണ്ട് പേടിച്ച ആള് ജയിലിൽ ഇങ്ങനെ അക്യൂസ്ഡ് പ്രസന്റ് എന്ന് വെച്ചത് പറഞ്ഞു. അതാണ് എൻ്റെ ആദ്യ വാക്ക്. ആ കോടതി മുഴുവൻ നിങ്ങളിലേക്ക് ഞാൻ എല്ലാ ഉദ്ദേശിച്ചു ഇതാരേത്, ഇതൊരു പുതിയൊരാള് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു എത്ര കാലം വിജയന്റെ കൂടെ ഉണ്ടായിരുന്നു? വിജയ് വക്കീലായിട്ട് ഞാൻ 1.25 വർഷം ഉണ്ടായിരുന്നു. വിജയ് വക്കീൽ ഒരു പ്രധാനപ്പെട്ട ഫയലുകൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വിജയ് വക്കീൽ വലിയ സഹായം നൽകിയിട്ടുണ്ട്. നന്നായി പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച ഒരാളാണ്. 1.25 വർഷം അവിടെ ഇരുന്നു. സ്വന്തമായി ഞാൻ പിന്നീട് സ്വന്തമായൊരു ബാലഗംഗാർ വക്കീലിൻ്റെ ഒരു ഓഫീസിനോട് ചേർന്നൊരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയിൽ ഇൻഡിപെൻഡൻ്റ് ആയി പ്രാക്ടീസ് ആദ്യമായിട്ട് സ്വന്തമായി നടത്തിയ കേസ് ഏതാണ്? ഇഷ്ടംപോലെ. എനിക്ക് ഒരു കാര്യമുള്ളത്, ഞാൻ അന്ന് ഡിവൈഎഫ്ഐ രംഗത്തുണ്ട്. അപ്പൊ ഈ LLB കഴിഞ്ഞതിന് ശേഷമാണോ പൊളിറ്റിക്സ് ആദ്യമായിട്ട് പൊളിറ്റിക്സിൽ എവിടെ എത്തുന്നത്? ഞാൻ അവിടെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് വരെ ആയിരുന്നു. പിന്നീട് ചൊക്ലി ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പം പാർട്ടി തന്നെ, ഇന്ത്യയിലെ പാർട്ടി ഒരു അഭിഭാഷകന് വളരാൻ വേണ്ടി സഹായം കൊടുത്തിട്ടുണ്ട്. അത് എനിക്കായിരിക്കും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതാണ്. എല്ലാ പാർട്ടി ലീഡേഴ്സും എന്നെ അന്ന് സ്നേഹിച്ചു തുടങ്ങിയതിൻ്റെ അതേ ഊഷ്മളതയിൽ ഇപ്പോഴും സ്നേഹിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കൾ എന്നെ ചേർത്ത് നിർത്തിയ കൂട്ടത്തിൽ ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ എന്നെ ചേർത്ത് നിർത്തിയാണ്. എന്നോട് വലിയ സ്നേഹം കാണിച്ച ആളാണ്. അതുപോലെ അന്ന് AV ബാലാട്ടൻ, P ഹരീന്ദ്രൻ, അങ്ങനെ ഒട്ടുവട്ട ആളുകൾ, നമ്മളെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ആളുകൾ, ഇവരെ P ജയരാജൻ, MV ജയരാജൻ, അങ്ങനെ EP ജയരാജൻ, അങ്ങനെ എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള നേതാക്കന്മാർ എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി എന്നോട് വലിയ സ്നേഹം തീർച്ചയായും പിണറായി വിജയൻ എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വളർച്ചയിൽ എൻ്റെ വഴിവിളക്കായി ഇവരുടെ എല്ലാം അറിഞ്ഞും അറിയാതെയും സഹായം വലിയ ഇന്ധനമായി മാറി. തീർച്ചയായും അതുകൊണ്ട് തന്നെ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് എനിക്ക് മരണം വരെ മാറ്റി വെക്കാൻ പറ്റില്ല. പാർട്ടി നേതാക്കന്മാരെ ഏതെങ്കിലും കടന്നാക്രമിക്കുന്നുണ്ടെങ്കിൽ ഉടൻ ഞാൻ അവിടെ എത്തും. അത് എൻ്റെ ഒരു ദൗത്യമായി ഞാൻ ഏറ്റെടുക്കും. ഈ P ജയരാജന്റെ കേസിലൊക്കെ നിങ്ങളെടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് വിലയിരുത്തപ്പെട്ടത്? അതിനോടൊക്കെയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും P ജയരാജന്റെ പേരിൽ അന്നുള്ള ഏറ്റവും വലിയ കിരാത നിയമമാണ് UAPA വന്നത്. ജയരാജന് നിരന്തരമായി CBI അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിനുള്ള മുൻകൂർ ജാമ്യം ഇട്ട് ബ്ലോക്ക് ചെയ്ത് പോയതാണ്. അവസാനം സറണ്ടർ ചെയ്യേണ്ട ഘട്ടം വന്നപ്പോൾ ഒരു അഭിഭാഷകന് പാടില്ലാത്ത ഒരു വികാരം എനിക്ക് വന്നത്, മദനി കിടക്കുന്നത് P ജയരാജനെതിരെയുള്ള വകുപ്പിനേക്കാളും കുറച്ച് ദുർബല വകുപ്പിലാണ് മദനി ജയിലിൽ കിടക്കുന്നത്, പുറത്തു വന്നിട്ടില്ല. P ജയരാജൻ പോകുന്ന അതിലും ഗൗരവമായൊരു വകുപ്പ് ആരോപണമായിട്ടാണ്. സ്വാഭാവികം ഈ യാത്ര തിരിച്ചു വരാത്ത യാത്രയായി മാറുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. ഞാൻ കോടതിയുടെ 2 അലമാരകളുടെ ഗ്യാപ്പിൽ കണ്ണീര് പൊഴിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രതിസന്ധി എനിക്ക് മറികടക്കാൻ വേണ്ടി കഴിഞ്ഞത്. കോടതിയിൽ ഞാൻ വിറച്ചുകൊണ്ടാണ് ജയരാജൻ്റെ പെറ്റീഷൻ കോടതിയിലേക്ക് കൊടുക്കുന്നത്. എൻ്റെ ഈ ശ്രമത്തിൻ്റെ തുടർന്ന് ജയരാജൻ തിരിച്ച് നാട്ടിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അത്രത്തോളം വികാരം ഒരുപാട് കോടതി നിറഞ്ഞു നിൽക്കുന്ന ആൾ, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന കേസാണ്. അപ്പോൾ ആ കേസിൽ ഞാൻ MK ദാവൂർ വക്കീലിൻ്റെ നിർദ്ദേശത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യപ്പെടുന്നു. റിമാൻഡ് ചെയ്തതിന് ശേഷം ജാമ്യത്തിന് വേണ്ടി വലിയ രീതിയിൽ വാദം നടത്തി. അങ്ങനെയാണ് ജയരാജൻ പുറത്തു വരുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിലെ മെമ്മറബിളായ ഒരു മുഹൂർത്തം തന്നെയാണ്. വല്ലാത്ത പ്രതിസന്ധിയായിരുന്നു അല്ലേ? കാരണം ഇങ്ങനെ ഒരു നിയമ പോരാട്ടം തലശ്ശേരി കോടതി അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു ജാമ്യത്തിന് വേണ്ടി കേരളം മുഴുവൻ ഉറ്റുനോക്കിയ പല ജാമ്യങ്ങളും തലശ്ശേരി കോടതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കേരളത്തിന്റെ കണ്ണ് മുഴുവൻ തലശ്ശേരി കോടതിയിലേക്ക് വന്ന ഒരനുഭവം അതായിരുന്നു. അത് ഭയങ്കര വലിയ സമ്മർദ്ദം, വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറ്റപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്വാഭാവികമായും എൻ്റെ വാദത്തിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ ശബ്ദം കുറച്ച് കൂടുതലാണ്. ബഹളക്കാരനാണ്. ഞാനൊരു ഭയങ്കര കുഴപ്പക്കാരനാണെന്നുള്ള ഫീലിംഗ്
ഇത് ഇതിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് എന്ന് ചില ആളുകൾക്ക് തിരിച്ചറിയാൻ കുറച്ച് വൈകും. ഇതിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് തലശ്ശേരി കോടതിയിൽ ബാലൻ വക്കീൽ, ശാന്തൻ, വിജയലക്ഷ്മി വക്കീൽ ബഹളക്കാരൻ എന്ന് പറഞ്ഞതുപോലെ താങ്കൾ ഒരു ബഹളക്കാരനായ വക്കീൽ. അതെ അതെ അതെ. ഈ തലശ്ശേരി കോടതി ഇപ്പം കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കൾ പ്രതികളായ കേസിലൊക്കെ താങ്കളുടെ റോളുണ്ട്. മനോജ് കേസായാലും TP കേസായാലും എല്ലായിടത്തും താങ്കളുടെ ചിത്രമുണ്ട്. അങ്ങനെ ആ കേസുകളൊക്കെ ഇവരൊക്കെ കൊല്ലപ്പെട്ടവർ തന്നെയാണല്ലോ. അപ്പോൾ ജനങ്ങൾ കാണുമ്പോൾ TP കേസായാലും മനോജ് കേസായാലും അങ്ങനെ ഈ കേസുകളിൽ ഒക്കെ താങ്കളുടെ റോള് കാണുമ്പോൾ അത് വിമർശനങ്ങൾക്ക് താങ്കൾ വിധേയനാകാറുണ്ടോ? അങ്ങനെ ആളുകൾ ചോദിക്കാറുണ്ടോ? അഥവാ താങ്കൾ അതെങ്ങനെ സ്വയം വിലയിരുത്തുന്നു? യഥാർത്ഥത്തിൽ ഞാൻ ആ കേസ് TP ചന്ദ്രശേഖരൻ കേസിൽ നടത്താൻ ഞാൻ ചുമതലപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഒട്ടനവധി എന്നെ പിന്തിരിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ പല ഭാഗത്തുണ്ടായി. എൻ്റെ സുഹൃത്തുക്കളായ ചെറിയ ആളുകളൊക്കെ പറഞ്ഞു, അപ്പോൾ ഇത് ജീവൻ അപകടം വരില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അന്ന് അവരോട് പറഞ്ഞൊരു വാക്യം ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പാർട്ടിക്ക് വേണ്ടി കേസ് നടത്തി കൊല ചെയ്യപ്പെട്ടാൽ പോലും എനിക്കതിൽ ദുഃഖമില്ല. ഒരു മീൻ ലോറി അടിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണ് എന്ന് ഞാൻ വിചാരിക്കുക. ഇപ്പോഴും നമ്മുടെ CPM-മായി ബന്ധപ്പെട്ട ഏത് നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകളിലും എനിക്ക് സ്വതന്ത്രമായി ആ ബന്ധപ്പെടുന്ന വക്കീൽമാരോട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവരും തരാറുണ്ട്, പാർട്ടി ലീഡർഷിപ്പും തരാറുണ്ട്. ഈ ഒരു ചോദ്യം, നിങ്ങളുടെ അടുക്ക് വരുന്ന പ്രതികൾ മുഴുവൻ കേരളം പേര് കേട്ടത്തിന് ഞെട്ടുന്നവരാണ്. കൊടിസുനി, കിർമാണി മനോജ്, ഷാഫി, അനൂപ്, എങ്ങനെ വേണ്ട കേരളത്തിൻ്റെ സാധാരണ സമാധാനകാംക്ഷികളായ മനുഷ്യരുടെ മനസ്സിൽ ഭീതി സൃഷ്ടിക്കാൻ പറ്റുന്ന ആളുകളെ എത്ര വേണമെങ്കിലും വെട്ടി കൊല്ലാൻ മാത്രം പ്രാപ്തിയുള്ള അതിഭീകരന്മാർ എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരം പറയുന്ന, ജയിലിൽ പോലും സ്വസ്ഥമായിരിക്കാത്ത കൊടും ക്രിമിനലുകൾ, അങ്ങനെയുള്ള മനുഷ്യരാണ് താങ്കളുടെ കക്ഷികൾ. എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ഒരു സഹവാസം? ഇത് പ്രേക്ഷകർ ചോദിക്കുമ്പോൾ എന്താണ് അതെല്ലാം ഒന്ന് ചോദിച്ചുകൂടെ ഈ വക്കീലിനോട്? കാരണം അവരൊക്കെ പേര് കേട്ടിട്ടേ ഉള്ളൂ. ഈ മനുഷ്യരൊക്കെ എങ്ങനെയാണ് താങ്കളുടെ? ഞാൻ ഒരിക്കലും എൻ്റെ മുമ്പിൽ വക്കാലത്തുമായി വരുന്ന ഒരു പ്രതിയോട് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കാറില്ല. അദ്ദേഹത്തെ ഇന്നത്തെ നീതി വ്യവസ്ഥക്ക് സാധ്യമാകാവുന്ന നിയമപരമായ അനുകൂല സാഹചര്യങ്ങൾ എത്രത്തോളം ഭംഗിയായി കോടതിയിൽ അവതരിപ്പിക്കാൻ പറ്റുമോ അത് അവതരിപ്പിച്ച് കാര്യം നിവൃത്തി വാങ്ങാനാണ് ഞാൻ ശ്രമിക്കാറ്. പ്രതികൾ തീർച്ചയായും നിങ്ങൾ ആരെത്ര ഭീകരൻ എന്ന് പറഞ്ഞാലും എൻ്റെ മുമ്പിൽ ഒരു തരത്തിലും അവരുടെ പ്രകടനം ഞാൻ അനുവദിക്കാറില്ല. പിന്നെ എൻ്റെ നോട്ടത്തിൽ അവർ നിൽക്കാത്ത ഒരു പ്രതിയും ഞാനിതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. എൻ്റെ നിശബ്ദമായ നോട്ടത്തിൽ അടങ്ങിയിരിക്കാത്ത ഒറ്റ പ്രതിയും എനിക്കുണ്ടായിട്ടില്ല. ഇവരെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? കാരണം ഇവരെല്ലാം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക്, നിങ്ങളിപ്പോൾ അവർ നിരപരാധികളാണെന്ന് പറഞ്ഞു, പക്ഷേ കോടതിയും സമൂഹവും കാണുന്നുണ്ട് ആരും മോശക്കാരൊന്നുമല്ല. അതിനകത്ത് വളരെ യാദൃശ്ചികമായ ഒരു പ്രതിയുടെ മുട്ട് ശസ്ത്രക്രിയക്ക് എൻ്റെ കരങ്ങൾ സഹായം എത്തിയിട്ടുണ്ട്. അതിൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾ ഒരു വ്യക്തിപരമായവരെ വിലയിരുത്തുമ്പോൾ ഇവരാരാണ്, എന്താണ് ഇവരുടെ മനസ്സ്? ഇതിലെ ഒരൊറ്റ വിഷയം ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ചോദ്യം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അപകടകരമായ ചോദ്യമാണ്. കാര്യം ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷനാണ് ഞാനും പ്രതിയും തമ്മിലുള്ളത്. അത് പ്രതിക്ക് അനുകൂലമായി ഉപയോഗിക്കുക എന്നല്ലാതെ അത് അത്രത്തോളം പരിപാവനവും വളരെ ശ്രേഷ്ഠവുമായ ഒരു അധികാരമാണത്. ആ അധികാരത്തിൻ്റെ മുകളിൽ ഒരു നിഴൽ പരക്കുന്ന കാര്യം പോലും ഞാൻ കമന്റ് ചെയ്യില്ല. വളരെ ബുദ്ധിപരമായ ഒരു അഭിഭാഷകന്റെ മറുപടിയായി ഞാൻ കാണുന്നു. ഇപ്പൊ താങ്കൾ പലപ്പോഴും വിളിക്കുമ്പോഴൊക്കെ താങ്കൾ ഹൈദരാബാദ്, ബോംബെ, ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, ഇപ്പൊ എവിടെയൊക്കെയാണ് താങ്കളുടെ ഓഫീസുകൾ? എൻ്റെ ഓഫീസ് ഇപ്പോഴുള്ളത് തലശ്ശേരിയിലും അതുപോലെ കേരള ഹൈക്കോടതിയോട് ചേർത്തുമാണ്. സുപ്രീം കോടതിയിൽ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുള്ള ജി പ്രകാശൻ അടക്കമുള്ള സുഹൃത്തുക്കൾ, അവരിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കേസുകൾ അതെങ്ങനെയാണ്? എനിക്ക് പരിചയമുള്ള ആളുകളുമായി ഉപദേശങ്ങൾ കൊടുക്കുന്ന അങ്ങനെയാണ് ആ കേസുകളൊക്കെ. എങ്ങനെയുണ്ട് ജീവിതം? താങ്കൾ ആ ഉളവിലം എന്ന കൊച്ചു ഗ്രാമത്തിലെ ആ കൊച്ചു ബാനലിൽ നിന്ന് ഊരിപ്പോകുന്ന ട്രൗസറിന്റെ വള്ളി പിടിച്ച് സ്ലേറ്റും പിടിച്ച് നടന്ന് പട്ടിണിക്ക് കോഴിക്കോട് ലോ കോളേജിലേക്ക് പഠിക്കാൻ പോയ റെയിൽവേ സ്റ്റേഷനിലെ ആ പൈപ്പിലെ തണുത്ത വെള്ളം കുടിച്ചു പോയ വിഷ്ണുവിൽ നിന്ന് ഇന്ന് കേരളം അറിയപ്പെടുന്ന, ഒരു പക്ഷേ ഇന്ത്യ അറിയപ്പെടുന്നത്, കാരണം ജയരാജൻ്റെ കേസൊക്കെ ലോകം മുഴുവൻ BBC വരെ റിപ്പോർട്ട് ചെയ്ത കേസാണ്. അന്നും താങ്കൾ BBC റിപ്പോർട്ട് ചെയ്ത ഒരു മുഖ്യ ഫ്രെയിമിൽ വന്ന ഒരു അഭിഭാഷകൻ താങ്കളാണ് സമീപകാലത്ത്. അതിന് മുമ്പുണ്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ BBC അടക്കം റിപ്പോർട്ട് ചെയ്ത കേസിൽ വന്ന ഒരു അഭിഭാഷകനാണ്. പേര് പറഞ്ഞാൽ ഇന്ന് ലോകമറിയുന്ന അഭിഭാഷകൻ വളർന്ന് നിൽക്കുമ്പോൾ
താങ്കൾക്ക് എങ്ങനെയാണ് ജീവിതത്തോടുള്ള താങ്കളുടെ ഒരു വീക്ഷണം? പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ എൻ്റെ പ്രൊഫഷനെ 1993 തുടങ്ങുമ്പോൾ ഞാൻ നിശ്ചയിച്ചത്, ഞാൻ വന്ന വഴി മറന്നുകൊണ്ട് ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിശ്ചയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വരുമാനത്തിൻ്റെ 1/4 അന്ന് നിശ്ചയിച്ചത് ഇന്നും അതേപോലെ തന്നെ കഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഇപ്പോഴും തയ്യാറാകുന്ന ആളാണ്. മാറ്റിവെച്ചിട്ട് അത് ആളുകൾ എന്നെ സമീപിക്കണമെന്നില്ല. ഞാൻ അതിൻ്റെ പണവും കീശയിലിട്ട് ആവശ്യക്കാർക്ക് അങ്ങോട്ട് എത്തിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്യാറ്. കാരണം എൻ്റെ പ്രൊഫഷൻ കൊണ്ട് തന്നെ നാട്ടിലെ പല ആളുകൾക്കും ഉപകാരമാകണമെന്നും കൂടി വിചാരിക്കുന്നതാണ്. കേവലം വ്യക്തിപരമായ ഒരു ഉയർച്ചയല്ല, എന്നോടൊപ്പം ഉള്ള ആളുകളുടെ ക്ഷേമവും കൂടി അതിൽ പരിഗണിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ ഹാപ്പി. പിന്നെ ഞാൻ ചോദിക്കണ്ടേ, താങ്കൾക്ക് ഒരു ജീവിത പങ്കാളി വേണ്ടേ? തീർച്ചയായിട്ടും. മക്കൾ വേണ്ടേ? കുടുംബം വേണ്ടേ? ആരാണ് ജീവിത പങ്കാളി? 2020ലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. ആ വിവാഹം നടത്തുന്നത് ഞാൻ ആകെ ഒരു പെണ്ണിനെയാണ് കണ്ടത്. ജീവിത പങ്കാളിയായിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഡോക്ടർ ശ്രീജ ചാലി. അവർ കതിരൂരുകാരിയാണ്. അവർ ചാത്തുകുട്ടി ശാന്ത ദമ്പതികളുടെ ഏക മകളാണ്. അവരും വളരെയേറെ പ്രയാസപ്പെട്ട ജീവിത ചുറ്റുപാടിൽ നിന്ന് പഠിച്ചുയർന്നു വന്ന അവരുടെ ടീച്ചർ പത്മിനി ടീച്ചർ പഠിപ്പിച്ച് ഉയർന്നു വന്ന ഒരാളാണ്. ആ ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ അവരെയാണ് എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റിയത്. ഞാൻ ആകെയിൽ കണ്ട ഒരു പെണ്ണ് ശ്രീജിയാണ്. ഒറ്റപ്പെട്ടിനെ കണ്ട് കല്യാണം അന്ന് തന്നെ കല്യാണം. മക്കളോ? എനിക്ക് ആകെ ഒരു മകളുണ്ട്, ഗായത്രി. അവർ ലോ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ലോ ഫേമിൽ ഹൈദരാബാദ് ഒരു മകൾ ഗായത്രി ലോ ഫേമിൽ ഇപ്പോൾ ജോലി കിട്ടി, പ്രൊബേഷൻ പീരീഡിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൊബേഷൻ പീരീഡ് ജോലി കിട്ടി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ജീവിതം. ഈ വീടിന്റെ പേര് ഇങ്ങനെ വരാൻ എന്താണ് അതിന്റെ ഒരു? അത് ശ്രീജയും വിശ്വനും എന്നുള്ള നിലയിൽ ശ്രീവില്യായി മാറിയതാണ്. ഹാപ്പിയാണ്. ഓക്കെ, നമ്മുടെ സമയം തീർന്നു പ്രേക്ഷകരെ. കെ വിശ്വൻ, റൈറ്റ് പേഴ്സൺ. ജീവിതത്തിൽ കടന്നുപോയ വഴികൾ ഇനിയൊരു തലമുറയ്ക്ക്, ഇനിയുള്ള തലമുറക്കൊന്നും ഇങ്ങനെ ഒരു ജീവിതാനുഭവം ഉണ്ടാകില്ല എന്ന് 100% പറയാൻ കഴിയും എനിക്ക്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ, ഇത്ര ഹൈടെക്കായ കേരളത്തിൽ ഇങ്ങനെ ഒരു ജീവിതവും ഇങ്ങനെ ഒരു ജീവിത യാത്രയും ഉണ്ടാകില്ല. അതുകൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ വിശ്വനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഞങ്ങൾ പറയുകയാണ്. പ്രേക്ഷകർ അത് കേൾക്കുക, പഠിക്കുക, എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അത് സ്വീകരിക്കുക. പ്രേക്ഷകർക്കും ഒപ്പം വിശ്വനും നന്ദി, നമസ്കാരം.